അപ്പോൾ വീണ്ടും പോവുകയാണ്, തന്ത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. തന്ത്രത്തിൽ ശിവനില്ലാതെ ശക്തിയില്ല, അല്ലെങ്കിൽ ശക്തിയില്ലെങ്കിൽ ശിവൻ ശവമാണ് എന്നൊക്കെയുള്ള ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. എന്താണ് അവർ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം ഒന്ന് വ്യക്തമാക്കാമോ? ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, തീയും ചൂടും പോലെ. ഒന്നില്ലാതെ മറ്റതിന് നിലനിൽപ്പില്ല. രണ്ടും ഒന്ന് തന്നെ, തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ശിവൻ നിരാകാരനും നിർമ്മമതയുള്ളതുമായ ഒരു ബോധമാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ, ശക്തിയില്ലാത്ത ശിവൻ നിർമ്മമത്വമുള്ള നിർഗുണനായ പരമാത്മാവ് മാത്രമാണെന്നും, വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്ലേവർ ഇല്ലാത്തൊരു കറി പോലെയാണ് ശിവനെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശക്തിയാണ് ശിവനെന്ന ആ ബോധത്തിനെ ഈ പ്രപഞ്ചവുമായി സംബന്ധിപ്പിക്കുന്നത്, കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കേട്ട ഒരു സംഭവം. അതിനെ കൂടുതൽ ഒന്ന് വ്യക്തമാക്കാമോ? ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഇപ്പോൾ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ തത്വത്തിനെ കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ? പുരുഷൻ പ്രകൃതി രണ്ട് സങ്കല്പമാണ്. ഒന്ന് ബോധമാണ്, ബോധത്തിന് പ്രവർത്തിക്കാൻ വേണ്ട പ്രകൃതിയാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധമില്ലേ, ആ ബോധം പ്രവർത്തിക്കുന്ന ശരീരമുണ്ട്. ഇതുപോലെ ബന്ധപ്പെട്ടിട്ടാണ് ശിവശക്തിയെ നമുക്ക് നിർവചിക്കാൻ പറ്റുക. ശിവൻ പൂർണ്ണ ബോധസ്വരൂപനാണ്. ശിവൻ എന്ന സങ്കല്പത്തിൽ രൂപങ്ങൾ, ശരിക്കും രൂപമില്ല. ഈ ഒരു ചൈതന്യം ഈ ഒരു 5 കൃത്യങ്ങളെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ആ കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിനുള്ള പ്രേരണ, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ശേഷിയെ കൊടുക്കുന്ന ശക്തി, അത് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇങ്ങനെ അതിനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം 2 പാർട്ടായിട്ട് 2 ഭാഗമായിട്ട് നമുക്ക് വിഭജിച്ച് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ഈ ശിവശക്തി സംയോഗത്തെ പറ്റിയിട്ട് നിർവചിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ അഗസ്ത്യരെ കൊണ്ട് പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ എന്നോട് ഇവിടെ ഇരുന്ന് നിർവചിക്കാൻ പറയുന്നത്. ഇത് എത്ര പേപ്പറിൽ ഇത് എങ്ങനെ ഇരുന്ന് നിർവചിച്ചാലും അവസാനം ഇതൊരു ബിന്ദുവാണെന്ന് മാത്രം പറയാമെന്നല്ലാതെ ഇതിനപ്പുറത്തേക്കൊന്നും. ആ അബ്സ്ട്രാക്ഷൻ്റെ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കലാണ് ഈ തന്ത്രത്തിൻ്റെ എല്ലാ അന്തിമമായ ലക്ഷ്യമെന്ന് വേണേൽ പറയാം. അത് നമുക്ക് മനസ്സിലാക്കലല്ല, അതിനെപ്പറ്റി ഒരു ധാരണ വരുത്തിൽ മാത്രമേ സാധ്യമുള്ളൂ. പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ചിലപ്പോൾ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അതായാൽ മോക്ഷമായി, അത് മനസ്സിലാകുമ്പോൾ മോക്ഷമായി. അത്രയൊക്കെ ആയാൽ ചിലപ്പോൾ ശിവപ്രവാര സിദ്ധികൾക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തീർക്കാവുന്നൊരു, ഇനി തന്ത്രത്തിലെ കവാടം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, അഥവാ കവാടത്തിൻ്റെ കാവൽക്കാരനായിട്ട് തന്നെ ഉള്ള മഹാഗണപതിയിലേക്ക് എത്താം. ഓരോ തന്ത്രത്തിൽ, ഇപ്പോൾ ശ്രീവിദ്യോപാസന എടുത്തു കഴിഞ്ഞാൽ ഓരോ വിദ്യയ്ക്കും അതിൻ്റേതായ ഗണപതി ഭാവമുണ്ട്. അപ്പോൾ സത്യത്തിൽ അത്രയും ഗണപതിമാരുണ്ട്. അപ്പം മുദ്ഗല പുരാണത്തിൽ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ മുദ്ഗല പുരാണത്തിൽ 32 ഗണപതി ഭാവങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഗണപതിമാരുണ്ടോ, അതോ ഈ ഗണപതികൾ ഒരു മഹാഗണപതി എന്ന ചൈതന്യത്തിൻ്റെ വിവിധ ഭാവങ്ങളാണോ ഈ പറഞ്ഞിരിക്കുന്നത്? ഗണാനാം ത്വാം പതിയാണ് ഗണപതി. ഗണങ്ങളുടെ കൂട്ടത്തിൻ്റെ അധിപതിയാണ് ഗണപതി. അപ്പോൾ ഗണങ്ങളുടെ കൂട്ടത്തിൻ്റെ അധിപതി ആരോ അത് ഗണപതിയാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഗണപതി. ദേവന്മാരിൽ ഇന്ദ്രൻ ഗണപതിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും. മൂർത്തികളിൽ മഹാദേവൻ തന്നെയാണ് ഗണപതി. അതുപോലെ അപ്സരസുകളിൽ ഉർവശി ഗണപതിയാണ്. ഗണപതി എന്നുള്ളത് തത്വമാണ്, വ്യക്തിയല്ല. എന്തുകൊണ്ടാണ് വ്യാസൻ മഹാഭാരതം എഴുതാനായിട്ട് ഗണപതിയെ ആശ്രയിച്ചത്? എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹം കവീനാം ഉപവസ്ത്രവസ്തവം എന്നാണ് മന്ത്രത്തിൽ. അങ്ങ് ബുദ്ധിമാന്മാരിൽ വെച്ചിട്ട് ബുദ്ധിമാനാണ്. അപ്പം വ്യാസൻ എന്ന് പറയുന്നത് പ്രത്യക്ഷ വിഷ്ണു തന്നെയാണ്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യാസൻ വിഷ്ണു തന്നെയാണ്. പക്ഷേ ബുദ്ധി എന്ന് പറയുന്ന ഭഗവതിയുടെ ധിഷണയാണ് ഒരർത്ഥത്തിൽ ഗണപതി. അതുകൊണ്ടാണ് വ്യാസൻ ഗണപതിയെ ആശ്രയിക്കാൻ കാരണം. വ്യാസൻ എന്ന് പറയുന്ന മഹാമനീഷി വിടുന്ന വാക്കുകളെ, ചൊരിയുന്ന വാക്കുകളെ അർത്ഥം പോകാതെ രൂപപ്പെടുത്തണമെങ്കിൽ ഗണപതിയെ കൊണ്ട് മാത്രമേ, അത്ര ധിഷണാശാലിയായിട്ടുള്ള ഒരാളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. വ്യാസൻ്റെ തന്നെ ധിഷണയാണ് ഗണപതി എന്ന് പറയാം. നമ്മുടെ ഉള്ളിലുള്ള ഒരു ചെയ്യാനുള്ള ഭാവത്തെ, അല്ലെങ്കിൽ ഒരു പ്രേരണ, ശ്രേഷ്ഠമായ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന തയ്യാറെടുപ്പുകളില്ലേ, അതിൽ നമ്മളൊരു നമ്മുടെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും കൂടെ സംയോജിപ്പിച്ചിട്ടാണ് നമ്മളൊരു വസ്തുവിലേക്ക് പോകുന്നത്. ആ ഒരു മൊമെൻ്റാണ് ഗണപതി. ആ ചോദനയാണ് ഗണപതി. ത്വര എന്ന് പറയും നമ്മൾ. രണ്ടാമത് അർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ ജഡരാഗ്നിയും കൂടെ ഗണപതിയാണ്. എന്ത് കഴിച്ചാലും ദഹിപ്പിക്കുന്ന.
അഗ്നി എന്ന ഒരു സങ്കല്പം വരാൻ കാരണം, ഗണപതിക്ക് അഗ്നിയുമായി ബന്ധം വരാൻ കാരണം, ഈ പഞ്ചഭൂതങ്ങളിലെ ഗണപതി അഗ്നിയാണ്. അവിടെ ഗണാനാം പതി എന്ന് പറയുന്നത് അഗ്നിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗണപതി ഹോമാവുന്നത്. ഗണപതി ഹോമത്തിലെ ആഹൂതികളെല്ലാം, എല്ലാ മന്ത്രങ്ങൾക്കും ആഹൂതിയൊക്കെ ഉണ്ടല്ലോ. ഗണപതിക്ക് മാത്രമല്ല ഗണപതി ഹോമത്തിൽ ആഹൂതി. ഈ അന്യമന്ത്രയജനം അന്യദേവതായജനം ഒന്നും ഗണപതി ഹോമത്തിന് ബാധകമല്ല. അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു മൃത്യുഞ്ജയ ഹോമം കഴിക്കണം, അതിൻ്റെ കൂടെ സുദർശന ഹോമിക്കാൻ പറ്റില്ല. ഗണപതി ഹോമം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൃത്യുഞ്ജയവും ഹോമിക്കാം, സുദർശനവും ഹോമിക്കാം, അതേ ഹോമാഗ്നിയിൽ തന്നെ ചെയ്യാം. പക്ഷേ അതിൻ്റെ എല്ലാം കൂടെ ഗണപതി ഹോമം എന്തിൻ്റെയും തുടക്കാവും, എന്തിൻ്റെ ഫലവും കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് വരുണന് ഹോമിക്കാം, ഇന്ദ്രന് ഹോമിക്കാം. ഇപ്പം ചിരട്ട ഹോമിക്കുമ്പം അതിൽ ഒരെണ്ണം പോകുന്നത് ഈ വരുണനാണ്. വരുണൻ്റെ ഒരു മന്ത്രമുണ്ട്, അതിലേക്കാണ് പോകുന്നത്. ധ്രുവാസുത്വാസു ക്ഷിതിഷു എന്ന് പറഞ്ഞ് പോകുന്നൊരു മന്ത്രമുണ്ട്. ഒരു ചിരട്ടയുടെ ഒരു ഭാഗം, എന്നാൽ മറ്റേ ഭാഗം പോകുന്നത് വേറെ ആൾക്കാണ്. ആദ്യത്തെ നാളികേരപ്പൂളുകൾ വ്യാഹൃതിക്കും പ്രണവത്തിനുമാണ് പോകുന്നത്. ഈ കൂട്ട് മാത്രമേ ഉള്ളൂ ഗണപതിക്ക് പോകുന്നത്. മുക്കുറ്റി കറുക എല്ലാം പോകുന്നത്, മുക്കുറ്റി പോകുന്നത് പാർവതിക്കാണ്. തെച്ചിപ്പൂ അശ്വരൂടേക്കാണ് പോകുന്നത്. പാർവതി തന്നെ. എല്ലാ ദേവതകളും കറുക പോകുന്ന മൃത്യുഞ്ജയനാണ്. ഈ ദേവതകളുടെ എല്ലാം ഒരു സംയോജനമാണ് ഗണപതി ഹോമത്തിലൂടെ കഴിക്കുന്നത്. എള്ള അഷ്ടാക്ഷരിക്കും പഞ്ചാക്ഷരിക്കും പോകും. ശാക്തയായിട്ട് ഉള്ളവരാണെങ്കിൽ അഘോരത്തിനും പോകും. അപ്പോൾ മഹാഗണപതി എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം, ഇപ്പോൾ മഹാഗണപതിയുടെ ധ്യാന നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടത്. അതുകൊണ്ടാണ് ഗണപതിക്ക് ഇത്രയും സ്വരൂപങ്ങളും ഇത്രയും ധ്യാന. കാരണം ഗണപതി മൂലാധാരത്തിൻ്റെ ദേവതയാണ്. പഞ്ചഭൂതങ്ങളിലെ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളതാണ് പൃഥ്വി. ആ പൃഥ്വി തത്വത്തിലിരിക്കുന്ന ഗണപതി പൃഥ്വി ചതുരമായതുകൊണ്ടാണ് ഈ ഗണപതിക്ക് ചതുരത്തെ കൊണ്ട് യന്ത്രം റെപ്രസെൻ്റ് ചെയ്യുന്നത്. ചത്വാരി എന്ന് പറഞ്ഞിട്ട് വാതാവി ഗണപതിയാണോ ഏതിലോ ഒരു എൻ്റെ ലിറിക്സിലുണ്ടത്. അപ്പോൾ അതെല്ലാം വരാൻ കാരണം അതാണ്. ഈ ചതുരത്തിൽ, ഈ മൂലാധാരത്തിലിരിക്കുന്ന ഗണപതിക്ക് പക്ഷെ കൊടുത്തിരിക്കുന്ന ബീജം ആകാശതത്വത്തിൻ്റെയാണ്. ഗം, ഹം, ഗം ഇതെല്ലാം ആകാശ ബീജങ്ങളാണ്. ഖം ഇതെല്ലാം ആകാശ ബീജങ്ങളാണ്. എന്തുകൊണ്ടാണ്? ഓംനി പ്രസൻ്റാണ്, സ്പേസാണ് എല്ലായിടത്തും. പഞ്ചഭൂതങ്ങളിൽ നമുക്ക് സ്വാധീനം ഇല്ലാത്ത ഇത് ഏതാണ്? ആകാശത്തിലാണ്. ആകാശത്തിലും കൂടെ സ്പേസിലും കൂടെ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മണ്ണിനെയോ വെള്ളത്തെയോ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് ആകാശത്തെ കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ സ്മരണ മാത്രമേ വസ്തുക്കളുണ്ടാവും. മനസ്സാം ആകാശത്തെ പ്രാണനോട് ഇണക്കി മനനം ചെയ്തിടിൽ തൽക്ഷണം അതു സാധ്യം. അങ്ങനെയാണ് അഗസ്ത്യരുടെ ഒരു കൃതിയുടെ മലയാള വിവർത്തനം ഞാൻ പറഞ്ഞാണത്. അപ്പം ഈ ഗണപതി എന്ന് പറയുന്ന തത്വത്തെ കൊടുത്തിരിക്കുന്നത്, ഒംനി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു മൂലാധാര തത്വത്തെ നമ്മൾ വളരെ വ്യാപനശേഷിയിൽ കൊടുത്തിരിക്കുകയാണ്. ഗണപതി തത്വത്തെ അറിഞ്ഞാൽ നിങ്ങൾ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു. അതെ. അപ്പോൾ എന്തിലേക്കും എത്തിക്കാൻ ഗണപതിക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഗാണപത്യം എന്നുള്ള മതം തന്നെ ഉണ്ടായത്. ശാക്തേയം പോലെ ശാക്തേയത്തിൽ വരുന്നതാണത്. ഗണപത്യം വരുന്നത്, ഗാണപത്യവും കൗമാരവും ശാക്തേയത്തിൽ തന്നെ വരുന്നതാണ്. കാരണം നമ്മൾക്കിപ്പോൾ ചിന്തിച്ചാൽ ശിവൻ്റെ കുടുംബത്തിലാണ് എങ്കിൽ പോലും ഗണപതിയുടെ രൂപഭാവങ്ങൾ കൂടുതലും വൈഷ്ണവത്തിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ ആ നാഗമാല മാത്രമാണ് ശിവനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്നാൽ ദേവിയുടെ പ്രത്യക്ഷ രൂപമാണ് ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്നിനെയും ഇണക്കി ചേർക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഇണക്കി ചേർക്കുന്ന ഒരു രൂപമാണ് ഗണപതിക്കുള്ളത്. പക്ഷേ ഇന്നത്തെ തമിഴിലൊരു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കഥയാണ് കേട്ടോ. പുരാണം പറയുമ്പോൾ കഥകൾ ഞാൻ അത് കണ്ടു എന്ന് വിചാരിക്കും. ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പം ഇവർ നോക്കുമ്പം ഒരു തേജോപുഞ്ചം പാഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് ആരാന്ന്, യാർ പിള്ളേ എന്ന് പരസ്പരം ചോദിച്ചു വന്നു. ഒരു കുട്ടി പാഞ്ഞു പോകുന്നു. അപ്പോൾ ഭഗവതി അശരീരി വന്നത് പിള്ളയാർ. അങ്ങനെയാണ് ഇതിന് പിള്ളയാർന്ന് പേര് വന്നത്. യാർ പിള്ളേ, യാരുടെ അല്ല, സാക്ഷാൽ ഭഗവതിയുടെ തന്നെയാണ്. ഭഗവതി തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗണപതിയെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ എത്തിക്കാതെ വിടില്ല എന്നുള്ള. ട്രെയിൻ ട്രാക്കിൽ കയറുന്ന പോലെയാണ്. ഗണപതിയെ സ്മരിക്കാതെ ഒരു പണിയും നടക്കില്ല. ഏതെങ്കിലും ഒരു വഴിയിൽ ഗണപതിയുടെ ഏതെങ്കിലും ഒരു സ്വരൂപത്തെ ഉപാസിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോഴല്ലെങ്കിൽ നിങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ചെയ്തില്ലേ, ചെയ്യേണ്ടി വരും. വിടില്ല. അല്ല, പറ്റില്ല. നിങ്ങൾ എത്ര ആണെങ്കിലും നമ്മൾ ഈ പളനിയിലൊക്കെ
ടോക്കൺ എടുത്തിട്ടുള്ള ദർശനമുണ്ടല്ലോ, അതെ, ടോക്കൺ എടുക്കാതെ ആ ക്യൂവിൽ കയറും ആൾക്കാർ. അവസാനമായിരിക്കും ഈ ടോക്കൺ നോക്കുന്ന ഗേറ്റ്. ആ ഗേറ്റിലൂടെ കടന്നാൽ പിന്നെ ദർശനമായി. അവിടെ എത്തുമ്പോൾ അവർ ഇപ്പുറത്തെ വഴി കൂടെ വിടും. ആദ്യം മുതൽ പോയിട്ട് പോവാ. പഴയ ക്യൂവിൽ കൂടെ കയറ്റി അപ്പുറത്തൂടെ കറങ്ങി ഇങ്ങനെ കൊണ്ട് കണ്ടിട്ടില്ലേ അങ്ങനെ? ആ അവസ്ഥ വരും. അപ്പം ഒരു എൻട്രി അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ആദ്യത്തെ തുടക്കം കിട്ടണമെങ്കിൽ ഗണപതി വേണം. അങ്ങനെയാണല്ലോ ഗണപതിയുടെ നമ്മൾ ആദ്യത്തെ ഇമേജ് പറയുന്നത്. നമ്മൾ ഗണപതിയെ പറ്റിയുള്ള കഥയുടെ തുടക്കം തന്നെ ശിവൻ വരുമ്പോൾ ദേവിയുടെ കവാടം കാത്തു നിൽക്കുന്ന ദ്വാരപാലകനാണ്. നോക്കൂ, കഥകൾ, പുരാണ കഥകൾ എല്ലാം തന്നെ ഇനി പുരാണങ്ങൾ പഠിക്കണമെന്നുള്ളത് വളരെ ആലോചിക്കേണ്ട വിഷയമാണ്. പുരാണങ്ങളിലെല്ലാം തന്നെയും പലതരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. അത് കറപ്റ്റഡ് ആക്കപ്പെട്ടിട്ടുണ്ട്. പഠിക്കേണ്ടത് എന്താണ് ഇനി 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 ഉപനിഷത്താണോ പഠിക്കേണ്ടത്? ഉപനിഷത്തുകളിൽ അത് കടന്നുകൂടിയിട്ടുണ്ടോ? ഇതൊന്നും അറിഞ്ഞുകൊടുക്കും. ഒന്നും ചെയ്യാനില്ല. ശരിയായിട്ടുള്ള ഗുരു വരിക, വിദ്യ കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവും നമ്മൾ ഈശ്വരനെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ശങ്കരൻ വന്ന ഒരു കാലം, ശങ്കരാചാര്യ സ്വാമികൾ വന്ന് ഇതിനെ പരിഷ്കരിച്ചൊരു കാലമുണ്ട്. ആ കാലം പോലെ പരിഷ്കരണത്തിന് ആരെങ്കിലും വരും. കാരണം ഇത് സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇതിന് നശിക്കാൻ പറ്റില്ല. ആരൊക്കെ ശ്രമിച്ചാലും അവസാനം അവരൊക്കെ പോയിട്ടും 1000 ആണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അതാണ്, ഇത് രക്ഷപ്പെടാൻ പറ്റില്ല ഇതിനകത്തുനിന്ന്. അല്ലെങ്കിൽ ഇതിന് മാറിപ്പോകാനോ ഒന്നും സാധ്യത. അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കലാണ്. അപ്പോൾ അതിനെ നമുക്ക് നശിപ്പിക്കാൻ നോക്കിയാലും ഒരു സ്ഥലത്ത് കത്തുക എന്നുള്ളതല്ലാതെ ഒരു സ്ഥലത്ത് കെടുത്തുമ്പോൾ അടുത്ത സ്ഥലത്ത് കത്തും. ഇത് ഇവിടെ തന്നെ ഭാരതത്തിൽ തന്നെ ഉണ്ടായിക്കോളണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ കത്തുമ്പോൾ ചിലപ്പം ഖാനയിൽ തെളിയും. അത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ ഹിന്ദുമതം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. പക്ഷേ എത്രയായാലും അവിടെ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു അന്ത്യത്തിരി ആരെങ്കിലും കൊളുത്തും, അവിടെ നിന്ന് പടർന്നു കയറും. അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഗണപതിയെ പറ്റി സംസാരിച്ചപ്പോൾ ഉച്ഛിഷ്ട ഗണപതി എന്നൊരു മൂർത്തിയുണ്ട്. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മൂർത്തിയാണ് ഈ ഉച്ഛിഷ്ട ഗണപതി. കാരണം പലരും അതിൻ്റെ പൂജാരീതികളിൽ ഉച്ഛിഷ്ടം വെച്ചിട്ട് അല്ലെങ്കിൽ മദ്യം വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ഇതിൻ്റെ എല്ലാം ഒരു മൂലകാരണം, ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നതിൻ്റെ മൂലകാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഇപ്പോൾ വളരെ സുലഭമായിട്ട് പലരും, കാരണം മുൻപൊക്കെ ഇത് നമ്മൾ തേടി ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ഒന്ന് വിരൽ നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വന്ന് കയറും. അതിൽ നിന്നായിരിക്കും ഈ പലരും അറിവ് നേടുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ വരാറുണ്ട്. ഉച്ഛിഷ്ട ഗണപതിക്ക് ഉച്ഛിഷ്ടമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടും, ക്ഷിപ്ര സാധ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ ഒന്ന് പറയാമോ? താന്ത്രികമായിട്ട് ഒരുപാട് പറയേണ്ട വിഷയമാണ് ഉച്ഛിഷ്ട ഗണപതി. ഉച്ഛിഷ്ട ഗണപതി ഉദ്ദിഷ്ട ഗണപതിയും കൂടിയാണ്. ശരാൻ ധനുപാശ ശ്രണസ്വ ഹസ്തേർന്ന് തുടങ്ങുന്ന ഒരു ധ്യാനമാണ് ഉച്ഛിഷ്ട ഗണപതിക്കുള്ളത്. ഒരുപാട് ധ്യാനമുണ്ട്. അതിലൊരു ധ്യാനം ഇതാണ്. ഖ എന്നുള്ള ബീജാണ്. ഖ ഖേ ഖേ ഹസ്തി പിശാചലി ഖേ ഖേ, അങ്ങനെയാണ് അതിൻ്റെ മന്ത്രമൊക്കെ പോകുന്നത്. ഇപ്പം ഏകദന്തായ ഹസ്യമുഖായ ലംബോദരായ ഉച്ഛിഷ്ട മഹാത്മനെ, പിന്നെ ഒരു ബീജാക്ഷരങ്ങൾ ഖേ ഖേ സ്വാഹ എന്നൊക്കെയാണ് ബീജം തീരുന്നതൊക്കെ, വലിയ മന്ത്രമൊക്കെ തീരുന്നത്. ഈ ഗമ്മിൻ്റെ കുറച്ചുകൂടെ ഒരു ബലം കൂട്ടിയ പ്രകരണമാണ് ഗായുടെ ഖ. മേഘം മേഘം എന്ന് പറയുന്ന പോലെ മനസ്സിലായി. അപ്പോൾ ഖ കുറച്ചുകൂടി ഒരുപാട് അർത്ഥമുണ്ട്. അത് ഫിസിക്കലി കാണുന്ന അർത്ഥമല്ല തന്ത്രത്തിലെ പല സംജ്ഞകൾക്കും ഉള്ളത്. ഭൗതികമായിട്ട് നമ്മൾ കാണുമ്പം നമുക്കതിനെ പലതായിട്ട് തോന്നും. അതിൻ്റെ അർത്ഥം അങ്ങനെയാണെന്ന് തോന്നും. അതൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് ആന്തരികമായ ഒരേ അർത്ഥങ്ങളുണ്ട്. പറയാൻ നിവൃത്തിയില്ല. കാരണം ഇതും യൂട്യൂബിൽ പോകേണ്ടതാണ്. അത് ഏറ്റവും നല്ല മാർഗം യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇത് അറിവ് തേടുന്നവൻ തേടി കണ്ടുപിടിക്കും, രക്ഷപ്പെടാം. അപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ പണ്ടൊക്കെ പറയുമല്ലോ, ഈ പുരസ്കരണ കാലയളവിൽ കഥകളി കാണരുത്. ഇപ്പോഴും കഥകളി കാണൂല. കഥകളി എങ്ങും ഇല്ല അല്ലേ തന്നെ. അത് വിനോദം ഒഴിവാക്കണമെന്നുള്ള. അപ്പോൾ ഇപ്പം വെച്ചാൽ ഏറ്റവും നല്ലത് മൊബൈൽ ഓഫ് ചെയ്ത് വയ്ക്കുക. കാരണം ഇതിലെനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നം, ഇതിൽ സംവാദം നടക്കുന്നില്ല, ഒരു വശത്തേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ തിരിച്ചൊരു സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ ഒരു ഓപ്ഷൻ ഇപ്പോൾ യൂട്യൂബ് വഴി നേടുന്നത്. എൻ്റെ പുരസ്കരണ കാലയളവിൽ മൊബൈൽ ഇത്ര ഡെവലപ്ഡ് അല്ല, വാട്സപ്പായി വരുന്നേ ഉള്ളൂ. അപ്പോൾ പുരസ്കരണയുടെ കാലയളവിൽ മെസ്സേജുകളാണ് അന്നും, മെസ്സേജും വിളിയും മാത്രമേ അന്ന്, കോൺ കോളുകളൊക്കെയാണ് അന്നത്തെ പ്രധാന. അപ്പോൾ എളുപ്പമുണ്ടായിരുന്നു. ഫോൺ മാറ്റി വെച്ചാൽ മതി. എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ എടുത്തില്ലെങ്കിൽ ഫോൺ ഷൂ കുണു വിളിക്കും. ഈ കോൾ വന്നു കഴിഞ്ഞാൽ ആരാ വിളിക്കുന്നതെല്ലാം വിളിച്ച് പറയും. നമ്മൾ അറിയാതെ എടുത്തു പോകും. അപ്പോൾ ഇതെങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മായ പല വിധത്തിലുള്ള ടെക്നോളജി അഡ്വാൻസ്ഡ് ആകുമ്പം മായ അഡ്വാൻസ്ഡ് ആവും.
നമ്മൾ ഒരു തരത്തിൽ മായ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ മായ അതിനപ്പുറത്ത് കളി കളിക്കും എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ പറഞ്ഞല്ലോ പുരസ്ചരണം എന്ന വാക്ക്, പലർക്കും അതിനെപ്പറ്റി അറിവുണ്ടാവില്ല, ഒന്ന് ലഘുവായിട്ട് വിശദീകരിക്കാമോ? പുരസ്ചരണം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രത്തിൽ നമ്മളൊരു കേവല സിദ്ധിയെ കൈവരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പ്രൊസീജിയറാണ്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മന്ത്രത്തിൻ്റെ അക്ഷരം ഉപദേശം സ്വീകരിക്കുക, മന്ത്രത്തിൻ്റെ ദേവത ഇതെല്ലാം മനസ്സിലാക്കുക, ആ മന്ത്രത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടോ അത്ര അക്ഷരം ജപിക്കുക, ആ മന്ത്രത്തിൽ സിദ്ധി വന്നതായിട്ട് കണക്കാക്കും. എന്നിട്ട് അതിൻ്റെ 10 തവണ ഹോമിക്കുക, അതിൻ്റെ 10 തവണ തർപ്പണം ചെയ്യുക. ചില പദ്ധതികളിൽ മാർജനം ചെയ്യുക. മാർജനം മീൻസ് മുഖം അടിച്ചു കഴുകുക, അല്ലെങ്കിൽ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുക എന്നാണ്. പിന്നെ അതിനുശേഷം ഭോജനം കഴിപ്പിക്കുക. ശരിക്കും മന്ത്രസിദ്ധി ഉള്ളവരെ വേണം ഭോജനം കഴിപ്പിക്കാൻ, അല്ലെങ്കിൽ കുട്ടികളെ ഭോജനം കഴിപ്പിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിയുമ്പോൾ മന്ത്രത്തിലൊരു കേവലസിദ്ധി വരുമെന്നും നമ്മൾ മുമ്പ് പറഞ്ഞ ഷൽക്കർമ്മങ്ങൾ എല്ലാം തന്നെയും ഈ മന്ത്രം കൊണ്ട് ചെയ്യാൻ ഈ ആൾ പ്രാപ്തനാകും എന്നാണ് സങ്കല്പം. അല്ലെങ്കിൽ ഈ മന്ത്രം ഇയാളെ രക്ഷിക്കുന്ന ഒന്നായി മാറും, ഒന്നായിട്ടൊരു അസ്ത്രമായിട്ട് ഇത് ഇയാൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഇയാൾക്ക് ഇപ്പം നഞ്ചാക്കു എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് ഒരു 3-4 കൊല്ലം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇയാൾ പറയുന്നിടത്ത് ഈ സാധനം നിൽക്കും. ഇപ്പോൾ ബ്രൂസ്ലിയുടെ വീഡിയോ കണ്ടില്ലേ, ഈ ബാസ്ക്കറ്റ് ബോളൊക്കെ പുള്ളി നഞ്ചാക്കു കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ പറ്റുമോ? നമ്മുടെ മുഖത്തടിക്കുക. അതുപോലെ തന്നെ മന്ത്രസിദ്ധി വരും. മന്ത്രസിദ്ധി വന്നാൽ ആ മന്ത്രസിദ്ധനായിട്ടുള്ള ഒരാൾക്ക് ഈ മന്ത്രത്തെ കൊണ്ട് അയാളുടെ മുക്തിയെ വരുത്താനും പറ്റും, മറ്റൊരാളെ സഹായിക്കാനും ഒക്കെ പറ്റും, മറ്റൊരാൾക്ക് ദുരിതം വരുത്താനും പറ്റും. എന്ത് ചെയ്യണം എന്നുള്ളത് മന്ത്രം കിട്ടിയ ആളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒന്നുകൂടി ചോദിക്കാം, മഹാഗണപതി എന്ന സങ്കല്പം. കാരണം നമ്മൾ ഈ പറയുന്നത് മഹാഗണപതിയിൽ നിന്നാണ് ഈ 32 രൂപം. പക്ഷേ ഈ 32 രൂപങ്ങളിൽ ഒന്നായി മഹാഗണപതിയെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഈ തുമ്പിക്കൈയിൽ മറന്ന പൊൻകലശം എന്നുള്ളത് മഹാഗണപതിയുടെ സങ്കല്പമല്ലേ. അപ്പോൾ ഈ മഹാഗണപതിയെ ഇങ്ങനെ 32 രൂപങ്ങളായിട്ട് സ്ഥാപിക്കുമ്പോൾ എൻ്റെ പലർക്കും ഉള്ള സംശയം, ഇത് 32 ഗണപതിമാരാണോ, അല്ലെങ്കിൽ ഒരു മന്ത്രദൃഷ്ടാവായ ഋഷി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണുന്ന ഒരു രൂപത്തിൽ ഒരു മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന, അതിന് കറക്റ്റ് മലയാളം വാക്ക് എനിക്കറിയില്ല, നമ്മൾ ആ ഒരു രൂപത്തിനെ മാനിഫെസ്റ്റ് ചെയ്ത് അതിന് ചില സവിശേഷമായ സ്വഭാവങ്ങൾ നൽകി. ഇപ്പോൾ അഘോര ഗണപതിയുണ്ട്. അപ്പോൾ അഘോര ഗണപതി ഒരു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അഘോര ഗണപതി നല്ലതാണ്. പക്ഷേ ഒരു കുടുംബസ്ഥന് ഒരിക്കലും അഘോര ഗണപതിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ ആ മന്ത്രദൃഷ്ടാവ് രൂപവും ചൈതന്യവും അല്ലെങ്കിൽ ഉരുവാക്കിയെടുക്കുന്ന ഒരു സങ്കല്പമാണോ ഈ മൂർത്തി? ഗണപതി ഉപാസനയുടെ ഏറ്റവും മൂലഗ്രന്ഥം എന്ന് പറയുന്നത് ഗണപതി അഥർവ ശീർഷോപനിഷത്താണ്. അതിലാകെ ഒരു ഗണപതിയെ പറ്റിയേ പറയുന്നുള്ളൂ. പിന്നീട് നമ്മൾ വേർഷൻ 1 വേർഷൻ 2 എന്നൊക്കെ പറയുന്നത് പോലെ ഉണ്ടായി വന്നതാണ് ഈ ഭാവങ്ങളെല്ലാം. ഈ 32 കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ പ്രമാണങ്ങളും ഉപോത്ബലകമായിട്ടുള്ള എന്തെങ്കിലും ഐതിഹ്യങ്ങളോ കഥകളോ ഒക്കെ, അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. സൂര്യപ്രകാശത്തെ നമ്മൾ 32 ഡിവൈഡ് ചെയ്ത് 32 സ്പെക്ട്രാക്കി മാറ്റിയ പോലെ കണക്കാക്കിയാൽ മതി. അല്ലാതെ ഒന്നുമില്ല ഇതിനകത്ത്. ഇപ്പം നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന രശ്മികളെ നമ്മളൊരു സെക്ടറാക്കി, കണ്ണുകൊണ്ട് കാണാൻ മേലാത്തതാക്കി, തീക്ഷ്ണമായത് വേറൊരു വകുപ്പാക്കി എന്നൊക്കെ പറയുന്ന പോലെയുള്ളൂ. ഇത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ട് ഈ സാധനം നമ്മൾ പറയുമ്പോൾ പ്രകാശം തന്നെ. പക്ഷെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഇൻഫ്രാറെഡ് വേണ്ടപ്പോൾ ഇൻഫ്രാറെഡ് എടുക്കുക എന്ന് പറയുന്നത് പോലെ അഘോര ഗണപതിയെ വേണ്ടവർക്ക് ഈ വെള്ളം ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് കറണ്ട് ഉണ്ടാക്കാം. ഈ വെള്ളം തന്നെ നമ്മളൊരു പൈപ്പിൽ കൂടെ കൊണ്ടുവന്ന് ഇത്ര PSIക്ക് മുകളിൽ പവറായി കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് കരിങ്കല്ല് കട്ട് ചെയ്യാം എന്ന് പറയാം. കരിങ്കല്ല് കട്ട് ചെയ്യുന്ന അങ്ങനെയല്ലേ, വെള്ളം കൊണ്ടല്ലേ. അപ്പം ഇതേ വെള്ളം തന്നെ നമുക്ക് വേണേൽ പമ്പ് ചെയ്ത് ജലസേചനത്തിന് ഉപയോഗിക്കാം, ഇതേ സാധനം കുടിക്കാനായിട്ട് എടുക്കാം, ഇതുകൊണ്ട് കൊക്കക്കോള ഉണ്ടാക്കാം. ബിവറേജ് കോർപ്പറേഷനിലേക്ക് പോയാൽ ഇത് തന്നെ ലിക്വറായിട്ട് തിരിച്ചു വരും. സമരക്കാർക്ക് നേരെ ജലപീരങ്കിയായിട്ടും. ഇതിപ്പം വെള്ളത്തിനെന്ത് റോളിരിക്കുന്നു ഇതിനകത്ത്, ഉപയോഗിക്കുന്ന ആളുടെ ഇതുപോലെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചു, ആ നിലവിളക്ക് അവിടെ നല്ലപോലെ പ്രകാശമായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ചോട്ടിൽ കുറേ പേര് കൊള്ളമുതൽ പങ്കിട്ടു. ഒരുത്തൻ അവിടെ ഇരുന്ന് ഒരു കാലം കഴിഞ്ഞപ്പോൾ ആരോ എണ്ണ ഒഴിച്ചു, വീണ്ടും അവിടെ ഇരുന്ന് പ്രകാശിച്ചു. ഒരുത്തൻ അവിടെ ഇരുന്ന് ജപിച്ച് മുക്തിയെ കൈവരിച്ചു. ഒരുത്തൻ അവിടെ ഇരുന്ന് ജപിച്ച് ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തി എന്ന് വിചാരിച്ചു. ഇതൊന്നും വിളക്കിന് റോളില്ലാത്ത പോലെ, വിളക്കിന് എന്തെങ്കിലും തരത്തിലുള്ള പാപമോ പുണ്യമോ ഒന്നും വിളക്കിനെ ബാധിക്കുന്നില്ല. വിളക്കിനെ അറസ്റ്റ് ചെയ്യില്ല. അവിടെ ഒരു കൊലപാതകം എന്ന് പറഞ്ഞാൽ വിളക്കിനെ അറസ്റ്റ് ചെയ്യും. നീ അവിടെ ഉണ്ടായിരുന്നു, നിന്നെ പിടിച്ചോണ്ടോ എന്ന് പറയുന്ന പോലെ ഉള്ളൂ ഈ പറയുന്ന സംവിധാനത്തിനല്ല. നിങ്ങളുടെ കർമ്മപ്രാരാബ്ദം എന്ന് പറയുന്ന അല്ലെങ്കിൽ കർമ്മഫലത്തെ മറികടക്കാൻ നിങ്ങൾക്ക് ഈ ദേവതയെ കൊണ്ടൊന്നും, ഒരു ദേവതകളെ കൊണ്ട് സാധിക്കില്ല. നിങ്ങളെ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നമ്മളതിനെ പരിഹാരം ചെയ്ത് തന്നെ അനുഭവിച്ച് തന്നെ തീരണം. കർമ്മം ചെയ്താൽ കർമ്മത്തിന് ഫലം ഉണ്ടായാൽ കർമ്മത്തിന് പ്രാരാബ്ദം ഉണ്ടാവും. കർമ്മം
എപ്പോഴാണ് ബാധിക്കാതാകുന്നത്? കർമ്മഫലം ബാധിക്കാതെ ആകുമ്പോഴാണ്. ഒരു മാന്ത്രികനും താന്ത്രികനുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് ബോധ്യപ്പെടുത്തിയതാണ്. മാന്ത്രികന് കർമ്മഫലത്തിൽ നിർബന്ധമുണ്ട്, താന്ത്രികന് അതില്ല. ഗീതയുടെ അടിസ്ഥാന പ്രമാണം ഞാൻ ചെയ്തു, വലിക്കണ വലിയും. ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. മാന്ത്രികൻ അതല്ല. ഇത് ഫലിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം മന്ത്രം കൊണ്ട് വാദിക്കുകയാണ്. കാണിച്ചു തരാം, കാണണ്ടേ? താന്ത്രികൻ അതില്ല. ഞാൻ ചെയ്തു, വലിക്കണ വലിക്കും. വലിച്ചേക്കാം. ചിലപ്പോൾ ഇൻസ്റ്റൻറ്റ് ഫലം വരും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞായിരിക്കും വലിക്കുന്നത്. ഇപ്പം മറ്റേ ഉത്തരയുടെ ഗർഭത്തിലേക്ക് വിട്ട ആ ബ്രഹ്മാസ്ത്രം പോലെ തലയ്ക്ക് മുകളിൽ നിൽക്കും. ഇത് ഏത് കാലത്ത് പോയി ഇത് കൊള്ളും എന്നൊക്കെ നോക്കുമ്പം ചിലപ്പം ഇപ്പം വയറിനൊരു പ്രശ്നം ഉണ്ടായി. അപ്പം ഓല, മറ്റേ നമ്മുടെ തഞ്ചാവൂർ ഓല എടുത്തപ്പം 8 തലമുറ മുമ്പ് ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എന്താണ് ചെയ്തത്? അന്ന് ഗർഭിണികളായ സ്ത്രീകൾക്ക് ഈ പെൺകുട്ടി പ്രസവിക്കാതിരിക്കാൻ, കുട്ടികളെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി വിഷം കൊടുത്തു. അതും മരിച്ചില്ല, പകരം വൈകല്യത്തോട് ജനിച്ചു. അതിൻ്റെ കർമ്മം 7 തലമുറ അതിനു വേണ്ടിയുള്ള പ്രായശ്ചിത്തം ചെയ്തു. കുറേയൊക്കെ പോയി, മറികടന്ന് പോയി. പക്ഷേ എന്നിട്ടും 8ാമത്തെ തലമുറയിൽ 8ാമത്തെ ജന്മത്തിൽ വന്നപ്പോൾ എന്തായി? ചെറിയ പ്രശ്നമായിട്ട് ജനിച്ചു. അപ്പോൾ ഈ അമേരിക്ക ആറ്റം ബോംബ് ഇട്ടിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 60-70 വർഷത്തിന് മുകളിൽ കഴിഞ്ഞോ? ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? എത്ര തലമുറ കഴിഞ്ഞു? 70 വർഷം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 2 തലമുറയായല്ലോ. ഇനി എത്ര തലമുറയിലേക്ക് കാണും? അപ്പം ഒരാറ്റം ബോംബ് അങ്ങനെ ഫലിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ സൂക്ഷ്മമായ സാധനമാണ് ശാപതാപ ദുരിതങ്ങൾ. ഇത് എത്ര തലമുറ വരെ പോവാം? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ്? അനുഷ്ഠാനം ചെയ്യുക. നമ്മളെ സമർപ്പിച്ച അനുഷ്ഠാനം ചെയ്യുക, ചിത്തശുദ്ധി വരുത്തുക. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. അനുഭവിക്കുക വരും. നോക്കൂ, ആഘാതത്തെ കുറയ്ക്കുക. അനുഭവത്തെ, നമുക്ക് വരുന്ന അനുഭവങ്ങളെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇത് കൂടുതലൊന്നും ഈ തന്ത്രം എന്ന് പറയുന്നത് വളരെ ലളിതമായൊരു സാധനമാണ്. മുക്തിയെ വരുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ തന്ത്രത്തിനുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തന്ത്രം കൊണ്ട് ചെയ്യുന്ന അഭ്യാസങ്ങളാണ്. അതിനൊന്നും തന്ത്രത്തിന് റോളില്ല. നിങ്ങളോട് കാറിൽ കയറി ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് ഓടിച്ച് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതുകൊണ്ട് ചേസ് ചെയ്യലും റോട്ടിൽ കിടന്ന അഭ്യാസം കാണിക്കലും ട്രാഫിക് പോലീസിനെ വെല്ലുവിളിക്കലും വണ്ടി കൊണ്ടിരുത്തനെ ഇടിക്കാൻ നോക്കലും ഒക്കെ നിങ്ങളുടെ തന്നെ കർമ്മത്തിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ ഇൻറ്റൻഷൻ അതല്ല. ഇൻറ്റൻഷൻ അതേ അല്ല. നിങ്ങളത് ചെയ്യുന്നതിന് ഇപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. നിങ്ങൾ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും അതിനകത്ത് ചെയ്യാനില്ല. നമുക്കിനി അടുത്ത് കുറച്ച് ഉഗ്രമായൊരു വിഷയത്തിലേക്ക് കടന്നാലോ? ഭൈരവൻ എന്ന് പറയുന്ന മൂർത്തി ഇപ്പോൾ ഒരുപാട് കേൾക്കുന്ന ആൾക്കാർ, ഒരുപാട് ഇപ്പം ഭാരതമെമ്പാടും നോക്കിയാൽ, കേരളത്തിൽ ഇപ്പോഴും അതിന് ഒരു ഇത് വന്നിട്ടില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഭൈരവ ഉപാസന വളരെ ശക്തമായിട്ട്, പ്രത്യേകിച്ച് 1-2 ഫൗണ്ടേഷനുകൾ. ഇപ്പോൾ ഒരു അഷ്ടഭൈരവ ക്ഷേത്രം വരാൻ പോകുന്നു. ഈ അടുത്ത് വന്ന സിനിമ കാന്താരയിൽ ആണ്, എനിക്ക് തോന്നുന്നു നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഒരു ഭൈരവനെ പറ്റി കേൾക്കുക. എനിക്ക് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഭൈരവ ക്ഷേത്രങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിച്ചാലോ? ശിവൻ, രുദ്രൻ, ഭൈരവൻ 3 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറിയില്ല. ആദ്യം പറഞ്ഞ പോലെ ശിവൻ ബോധസ്വരൂപനാണ്. ശിവൻ ഒരു കൃത്യത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് രൂപത്തെ, ഞാനത് 2 വർഷം പറഞ്ഞുതരാം. ശിവൻ ഒരു കൃത്യത്തെ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് രൂപത്തെ എടുത്താൽ അതിന് പറയുന്നതാണ് രുദ്രൻ. വിഷ്ണു രുദ്രനാണ്, ബ്രഹ്മാവ് രുദ്രനാണ്. അങ്ങനെ ഏകാദശ രുദ്രന്മാരുണ്ട്. 11 പേര്. ക്ലിയർ ആയല്ലോ? രുദ്രൻ വീണ്ടും ഒരു താഴേക്കുള്ളൊരു കൃത്യത്തെ കൈക്കൊള്ളാൻ ഒരു രൂപത്തെ സ്വീകരിച്ചാൽ അതിന് പറയുന്നത് ഭൈരവൻ. അപ്പോൾ നരസിംഹമൂർത്തി ആരാണ്? വിഷ്ണു ഭൈരവൻ എന്ന് തന്നെയാണ് ആ തെയ്യത്തിന് പറയുന്നത്. നരസിംഹവും ശരഭവും ഒക്കെ ഇത്രേ ഉള്ളൂ. അസംഖ്യം ഭൈരവന്മാർ. ഈ 8 ഭൈരവനൊന്നുമല്ല, ഈ 8 അസിതാങ്കാദി ഭൈരവന്മാരുണ്ട്. ഓരോ ദിക്പാലകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അസിതാങ്കൻ, രുരു, ചണ്ടൻ എന്നൊക്കെ പറഞ്ഞു പോവും. അതെ, കപാലി, ഭീഷൻ, ഇങ്ങനെ പോവും. അത് ഭദ്രകാളിയുടെ പുറത്തെ ദാസ്യന്മാരായിട്ടും ഒക്കെ കണക്കാക്കുന്നു. അതൊക്കെ പ്രധാനപ്പെട്ടതെന്ന് മാത്രമേ ഉള്ളൂ. കൂട്ടത്തിൽ കുറച്ചുകൂടി പ്രധാനപ്പെട്ടത് പിന്നെ വടുക ഭൈരവൻ, കുട്ടിയുടെ രൂപത്തിലുള്ള ഭൈരവൻ. ഈ കാലഭൈരവൻ, കാലസംഹാരമൂർത്തി. പിന്നെ കുറച്ചുകൂടെ ലേറ്ററായിട്ട് പറയാം,
വേദം എന്തിനെ രുദ്രനെ വിളിച്ചോ അതിനെ തന്ത്രം വിളിച്ച പേരാണ് ഭൈരവൻ. പക്ഷേ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ബോധമയനായിട്ടുള്ള ശിവനെ സമീപിക്കുന്നതിലും കുറച്ചുകൂടി എളുപ്പമാണ് ഭൈരവനെ സമീപിക്കുക. കാരണം അത് ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ വൈക്കം ക്ഷേത്രത്തിൽ, ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും രണ്ടും ശിവനാണ്. പക്ഷേ വൈക്കം ക്ഷേത്രത്തിൽ പോയാൽ കിട്ടുന്ന ഫലമല്ല. അത് ഐതിഹ്യമാലയിലൊരു കഥയുണ്ട്. വൈക്കത്തപ്പൻ തന്നെ പട്ടിണി കിടന്ന ആളെ പറഞ്ഞു വിടുന്നൊരു കഥ. അപ്പോൾ പല ക്ഷേത്രങ്ങളിലും, കേരളത്തിലെ തന്നെ പല ക്ഷേത്രങ്ങളിലും ഭൈരവ സ്വരൂപത്തിലാണ് ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് ഭൈരവനായിട്ട് കണ്ട് ഉപാസിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാണോ? അല്ല അതിനെ ശിവനായിട്ട് കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി, ഇപ്പോൾ നമശിവായ മന്ത്രം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ബോധമയനായ ശിവനെ പ്രാർത്ഥിക്കുന്നതിലും അല്ലെങ്കിൽ ഉപാസിക്കുന്നതിലും കുറച്ചുകൂടി എളുപ്പമാണോ ഭൈരവ ഉപാസന? അങ്ങനെ എളുപ്പം ഈസി ആയിട്ടുള്ള ഒരു വഴിയില്ല ഇതിനകത്ത്. എല്ലാം ഒറ്റ വഴി തന്നെയുള്ളൂ. ഭൈരവൻ കുറച്ചുകൂടി ആക്സസിബിൾ ആണെന്ന് മാത്രം അല്ലേ? കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഭൗതികതയായിട്ട് ബന്ധം കൂടുതൽ ഭൈരവനാണ്. നമ്മളുടെ ഭൂമി ശിവനേക്കാളും കുറച്ചുകൂടി ബന്ധം, ശിവൻ എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി ബന്ധം ഭൈരവനാണ്. കാരണം ഒരു കൃത്യത്തെ കൈക്കൊള്ളാൻ എടുത്ത ഒരു രൂപത്തിൽ നിന്ന് വീണ്ടും ഒരു കുറച്ചുകൂടി ലൈറ്റർ വേർഷനായിട്ടുള്ള ഒരു സാധനത്തിലേക്ക് വന്നിട്ടാണ് വരുന്നത്. അവതാരങ്ങൾ എന്നൊക്കെ പറയില്ലേ? അതെ. അതുകൊണ്ടാണ് കൃഷ്ണനെയൊക്കെ നമ്മൾ ഭൈരവനായിട്ട് കണക്കാക്കുന്നത്. നമ്മുടെ ഭൂമിയോട് കുറച്ചുകൂടി കൃഷ്ണാവതാരം ഭൈരവൻ, കൃഷ്ണൻ പൂർണ്ണാവതാരം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാത്തത്. കൃഷ്ണനെ നമുക്ക് വേറെ ഈ മറ്റു മൂർത്തികളെ പറയുന്ന പോലെ അല്ല. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്കതിങ്ങനെ ഒറ്റ വാക്കിലത് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അതായത് ഈ അവതാരങ്ങളിലൊക്കെ എല്ലാത്തിലും പുരുഷനായിട്ടും സ്ത്രീയായിട്ടും അവതരിക്കുകയാണ്. അതെ. അപ്പോഴാണ് ഭഗവതി ചോദിക്കുന്നത്, തമ്മിൽ ഭേദമില്ലെങ്കിൽ തിരിച്ചവതരിച്ചൂടെ? അങ്ങനെ കാളിയാണ് കൃഷ്ണനായിട്ട് അവതരിക്കുന്നത്. ഭഗവാനാണ് രാധയായിട്ട് അവതരിച്ചത്. അപ്പം ശിവഭൂതഗണങ്ങളാണ് ആ രാസക്രീഡ മുഴുവൻ നടത്തുന്നത്. അപ്പോൾ സാക്ഷാൽ വൈരാഗിയായിട്ടുള്ള ഭഗവാൻ ഈ രാധയുടെ വേഷത്തിൽ ശിവഭൂതഗണങ്ങൾ പൂർണ്ണ വൈരാഗികളായിട്ടുള്ളവർക്ക് യാതൊരു ഭൗതികതയുമായി ബന്ധമില്ലാത്തവർ ഈ രാസക്രീഡ നടത്തുന്നത് കാണാൻ വേണ്ടിയുള്ള അത്ഭുതത്തിലാണ് ദേവന്മാർ നോക്കി നിൽക്കുന്നത്. രാസക്രീഡയുടെയൊക്കെ പ്രാധാന്യം അതാണ്. പക്ഷേ ഇന്ന് ഭാഗവതം ചൊല്ലുന്ന പല ആൾക്കാരും രാസക്രീഡയൊക്കെ ഒഴിവാക്കി വിടാറുണ്ട്. രാസക്രീഡയല്ല, പലതും ഒഴിവാക്കും. നമ്മൾ പറയില്ലേ, കലി വസിക്കുന്ന ഒന്ന് സ്വർണ്ണത്തിലാണ്. ആചാര്യന് പറയാൻ പറ്റില്ല. ആചാര്യനും 10 കിലോയുള്ള മാല ഇട്ടിട്ടുണ്ട്. ഭാഗവതത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന ആചാര്യനാണെങ്കിൽ സ്വർണ്ണത്തെ ഉപേക്ഷിക്കണ്ടേ? അതെ. ഉപേക്ഷിക്കണോ വേണ്ടയോ? ഞാൻ ഭാഗവത്തെ അല്ല ആശ്രയിക്കുന്നത്. എനിക്ക് നവരത്നം പവിത്രവും എൻ്റെ നിത്യമായിട്ടുള്ള ക്രിയകൾക്ക് ആവശ്യമുണ്ട്. ഉത്സവത്തിനാണെങ്കിലും ക്രിയയ്ക്കാണെങ്കിലും പൂജയ്ക്കാണെങ്കിലും ഒക്കെ ആവശ്യമുണ്ട്. ഇത് പുല്ലുകൊണ്ട് വെട്ടാനൊക്കെ പറ്റാഞ്ഞിട്ടല്ല, എപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കാനും ഓർക്കാനും നേരെയില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായി. അപ്പം നമ്മൾ കൊണ്ടു നടക്കും. പക്ഷേ അവർക്കതല്ല. അവർ ജ്ഞാനയജ്ഞം നടന്നത്, കർമ്മയജ്ഞം അല്ല. അതെ. ഒരു കിണ്ടി പോലും നിറയ്ക്കണ്ട. ഇവിടെ അതല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പറയാത്തത്? 10 പവൻ്റെ മാല കിടക്കുക, പറയാൻ പറ്റുമോ? മനസ്സിലായി. അപ്പം അതൊക്കെ അത്രയേ ഉള്ളൂ. അവിടെ വരെ ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവനവൻ്റെ അസ്ഥിയിൽ തൊടുന്നവരേ ഉള്ളൂ സകല പരിപാടികളും. അതുവരെ ചോദ്യങ്ങളെയൊക്കെ സമ്മതിക്കും, അതിനപ്പുറത്തേക്ക് ആരും സമ്മതിക്കില്ല. മനസ്സിലായി. ഇപ്പോൾ ഈ ശ്രീവിദ്യ ഉപാസകർ പറയുന്നൊരു കാര്യം, ദേവിയെ അമ്മയെ കാണുമ്പോൾ ഭൈരവൻ അച്ഛനാകുന്നു. ഈവൻ ഓരോ ശ്രീവിദ്യയ്ക്കും അതിൻ്റേതായ ഭൈരവ സ്വരൂപങ്ങളുണ്ടല്ലോ. അപ്പോൾ ഭൈരവനെ ഒരു സാധാരണക്കാരന് പലപ്പോഴും ഭയമാണ്. കാരണം ആ രൂപം തന്നെ സാധാരണ ഒരാൾക്ക് ഭയം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഭൈരവ വിഗ്രഹങ്ങളും ഭൈരവ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാടേ ഉണ്ട്. അപ്പം നമ്മൾക്ക് ഭൈരവനെ സമീപിക്കാൻ അങ്ങനെ ഒരു ഭയം തോന്നേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അത് ഭൈരവോപാസന എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട ഒരു കാര്യമാണോ? നിങ്ങളുടെ എല്ലാം പരദേവതകളെല്ലാം ഭൈരവന്മാർ തന്നെയല്ലേ ഉണ്ട്? ഭൈരവനും കാളിയും ആണ്. ചാത്തൻ അല്ലേ? അതെ. നീലി, കരിനീലി, ഇതൊക്കെ എന്താണ് പിന്നെ? ഇവിടെ എന്താ ധരിച്ചിരുന്നത്? ഇവിടെ എല്ലാ കാലത്തും പാൽപ്പായസം കൊണ്ട് പൂജ കഴിച്ച് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടന്നത്. ഇത് തന്ത്രഭൂമിയാണെന്ന്. ഇവിടെ നടന്നിരുന്ന അത്രയും ആചാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ ഏതെങ്കിലും നാട്ടിൽ നടന്നിട്ടുണ്ടോ സംശയമാണ്. നമ്മൾ ദ്രാവിഡ ഭൂമിയുടെ ഒരു ഭാഗമാണ്. അല്ലാതെ നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ ഗംഗേജ യമുനേജ ഇവ ഗോദാവരേ സരസ്വതി, ഇതിലേതെങ്കിലും ഒരു പുഴ കേരളത്തിൽ കൂടെ ഒഴുകുന്നുണ്ടോ? എല്ലാം കേരളത്തിന് പുറത്താണ്. കാവേരിയാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത് പോലും. അപ്പം ഒരു പുഴയ്ക്ക് പോലും പവിത്രത കൊടുത്തിട്ടില്ല കേരളത്തിൻ്റെ.
വെള്ളത്തിൻ്റെ അടിയിൽ ഗംഗയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കുളത്തിൽ മുങ്ങി കുളിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കോരി കുളിച്ചാൽ മതി. ഇവിടെ കർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ മുങ്ങി കുളിക്കണം. ശ്രാദ്ധമാണെങ്കിൽ 2 തവണ കുളിക്കണം. ഒരുക്കി വെച്ചതിന് ശേഷം വീണ്ടും പോയി കുളിച്ചിട്ട് വരണം. തിരുവല്ലത്തും തിരുനെല്ലിയിലും 2 ഗംഗയുടെ സാന്നിധ്യം പിതൃബലിയിടാനായിട്ട്. പിന്നെ സമുദ്രം. എന്തിനാണ് പരശുരാമൻ പറഞ്ഞതൊക്കെ? പതിത്വമുണ്ട് ഇവിടെ. അപ്പം അവനവനൊരു കുറവുണ്ടെന്ന് വയ്ക്കുക. അതിനെ മറികടക്കാൻ നമ്മളെടുക്കുന്ന ഒരു യജ്ഞം ഉണ്ടല്ലോ, പ്രയത്നം. ആ പ്രയത്നമാണ് ഇവിടുത്തെ കാരണവന്മാർ ചെയ്തത്. ആ പ്രയത്നം കൊണ്ട് മറികടന്നു എന്ന് മാത്രമല്ല, ഭാർഗവ ക്ഷേത്രം എന്ന് പറയുന്നത് ഭാരതത്തിൽ എവിടെ പോയാലും അംഗീകരിക്കുന്ന ഒരു സാധനമായിട്ട് മാറി. അത്ര തപസ്വികൾ വാണ സ്ഥലമാണിത്. അവരിവിടെ തകർത്ത സ്ഥലമാണ്. അവിടെയാണ് നമ്മളിരുന്നുകൊണ്ട് ഈ ഭൈരവനെ പേടിക്കണോ, ഭൈരവിയെ കണ്ട ഓടണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൈരവനും ഭൈരവിയും അവരെ കണ്ട് ഓടിയ കാലമായിരുന്നു. ഭാരതം മുഴുവൻ ഉദ്ധരിച്ച ശങ്കരനും ഇവിടെ തന്നെയായിരുന്നു. ശങ്കരൻ തന്നെ ഭൈരവനല്ലേ? ഇപ്പോൾ ശിവൻ്റെ അംശമായിട്ടാണല്ലോ വരുന്നത്. ശിവൻ്റെ അംശം രുദ്രനാണ്, രുദ്രൻ്റെ അംശം ഭൈരവനാണെങ്കിൽ സാക്ഷാൽ ആദിശങ്കരൻ ഭൈരവനല്ലാതെ എന്താണ്? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? അപ്പോൾ നമുക്കിനി അടുത്തത് ഗുരുപരമ്പരകളിലേക്ക് കടക്കാം. അപ്പോൾ തന്ത്രത്തിൽ ഗുരുപരമ്പര ഏറ്റവും പ്രധാനമുള്ളതാണല്ലോ. ഗുരു എന്ന സങ്കല്പത്തിന് ഈവൻ നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പോലും മുകളിലാണ് ഗുരുവിന് സ്ഥാനം. നമ്മൾ ഗുരുവിനെയും ഗണപതിയെയും വണങ്ങിയിട്ട് മാത്രമേ എന്തും തന്ത്രത്തിൽ ചെയ്യാറുള്ളൂ. എന്താണ് ഗുരുവിന് അച്ഛൻ്റെ അമ്മയുടെ മുകളിൽ സ്ഥാനമൊന്നുമില്ല. ഇല്ല, ഗുരു അമ്മയ്ക്ക് മുകളിൽ ഒന്നിനും സ്ഥാനമില്ല. അമ്മയ്ക്ക് മുകളിൽ സകല സാധനം അമ്മ കൊണ്ട് പുല തന്നെ. അമ്മയ്ക്ക് ബാക്കി ആർക്കും പുലയില്ലെങ്കിലും അമ്മയ്ക്ക് പുലയുണ്ട്. സന്യാസിമാർക്കല്ല, താപസന്മാർക്കും ഉണ്ട്. ശ്രീവിദ്യാ ദീക്ഷിതന് പുലയില്ല. പൂർണ്ണ ദീക്ഷിതനാണെങ്കിൽ ശ്രീവിദ്യ എന്നല്ല, ശാക്തേയ ദീക്ഷ ഏതുണ്ടെങ്കിലും പുലയില്ല, അമ്മയുടെ ഒഴിച്ച്. എന്തുകൊണ്ടാണ്? അമ്മയേക്കാൾ വലുതായിട്ട് വരുന്നു അല്ല, ജഗജ്ജനനിയുടെ തനിസ്വരൂപമാണല്ലോ അത്. പുല ആചരിക്കണമെങ്കിൽ ഒരേ കുലത്തിലാണ് ഈ സകല സാധനങ്ങളും, കീടം മുതൽ ബ്രഹ്മം വരെ എല്ലാം ഒരു കുലത്തിലുണ്ടായതാണെങ്കിൽ പുല ആചരിക്കാനേ ദിവസമുള്ളൂ. ജനിമൃതികൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കല്ലേ. പുല ആചരിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. പുല ആചരിക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും. വേറെ ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഇല്ലാത്തത്. അപ്പോൾ ഈ ഗുരുമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ് ഗുരുമണ്ഡലം? നമ്മൾ പൂജ ചെയ്യുന്നത് ഗുരുമണ്ഡലത്തിലെ ഗുരുവിനും ഗുരുവിൻ്റെ മുകളിലേക്കുള്ള പരമ്പരകളും. ഗുരുവിന് മുകളിലേക്ക് ഒന്നുമില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഗുരു എന്ന് പറയുന്നത് ഒരു തത്വമാണെന്ന് മനസ്സിലാക്കണം. ഗുരുതത്വം ശിവനിൽ നിന്ന് തുടങ്ങി നമ്മളുടെ ഗുരുവിലെത്തുന്നത്, സ്വഗുരു വരെ എത്തുന്ന ഒരു തത്വത്തെയാണ് ഗുരു എന്ന് വിളിക്കുന്നത്. അപ്പം ഗുരുവിന് നമ്മൾ വൈദികമായിട്ട് എടുക്കുന്ന ഒരു മന്ത്രമുണ്ട്. ശതധാരമുത് സമക്ഷീയമാണാം വിപശ്ചിതം പിതരം വക്വാനാം മേളിം മദന്തിം പിത്രോ രൂപസ്ഥേ തം രോദസി പിപൃതം സത്യവാചം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു മന്ത്രമുണ്ട്. വൈദിക പൂജയിലൊക്കെ തുടങ്ങുന്ന. അതിൻ്റെ ഒരു നമ്മൾ പറയില്ലേ, അതിനെ ഒരു കൃത്യമായ ഒരു വേർഷനല്ല. പക്ഷെ നമ്മളത് പറയുകയാണെങ്കിലും 1000 ധാരകളായിട്ട് വരിക, ആയിരക്കണക്കിന് ധാരകളായിട്ട് പ്രവഹിക്കുന്ന ഒരു അമൃത പ്രവാഹം. എന്തിനാണ് ആയിരക്കണക്കിന് ധാര എന്ന് പറയാൻ കാരണം? 1 മുറിഞ്ഞാലും 100 മുറിഞ്ഞാലും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായി? അപ്പം ഒരിക്കലും തടസ്സപ്പെടുത്താൻ പറ്റാത്ത, തടയിടാൻ പറ്റാത്ത ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് ഒരുത്തനിലേക്ക് വിദ്യ പോകാൻ തീരുമാനിച്ചാൽ മഹാദേവന് പോലും തടയാൻ പറ്റില്ല. വിദ്യ പോയിരിക്കും. അയാളുടെ യോഗ്യത തീരുമാനിക്കേണ്ടത് വിദ്യയാണ്, നമ്മളല്ല. അത് തീരുമാനിക്കാൻ നമുക്ക് സാധിച്ചില്ല. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് മുകളിലോ താഴെയോ ആയിപ്പോയാൽ നമ്മൾ മനസ്സിലാക്കണം നമുക്കതിനുള്ള യോഗ്യതയില്ല.